എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ 3ാമത്തെ അധ്യായത്തിലെ 14ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. ആ ടെക്സ്റ്റ് ബുക്കിന്റെ ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന പ്രോബ്ലംസ് ആണ്. ഇങ്ങനെ ഒരു ചോദ്യം. ഇൻ ട്രയാങ്കിൾ എ ബി സി പി ക്യു ആർ ആർ മിഡ് പോയിന്റ്സ്. ഈ 3 പോയിന്റും സൈഡ്സിന്റെ മിഡ് പോയിന്റ് ആണ്. ഒന്നാമത്തെ പ്രൂവ് ദാറ്റ് എ ആർ ബൈസെക്ട്സ് പി ക്യു. എ ആർ എന്ന് പറയുന്ന മീഡിയൻ പി ക്യു എന്ന ഈ ലൈനെ ബൈസെക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്ന് പ്രൂവ് ചെയ്യണം. ഓൾസോ പ്രൂവ് ദാറ്റ് സെൻട്രോയിഡ് ഓഫ് ട്രയാങ്കിൾ എ ബി സി. എ ബി സി എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിന്റെ സെൻട്രോയിഡും പി ക്യു ആർ എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ സെൻട്രോയിഡും സെയിം ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. ആദ്യത്തെ പാർട്ട് നോക്കാം. Since P and Q are the midpoints, PQ parallel to BC. Clear ആണല്ലോ. പിയും ക്യൂവും എ ബി എ സി എന്നീ സൈഡ്സിന്റെ മിഡ് പോയിന്റ് ആണ്. അപ്പൊ മിഡ് പോയിന്റ് ജോയിൻ ചെയ്യുന്ന ലൈൻ 3ാമത്തെ സൈഡിന് പാരലൽ ആയിരിക്കും. അപ്പൊ പി ക്യു ഈസ് പാരലൽ ടു ബി സി. ക്ലിയർ ആണല്ലോ. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് പോയി നോക്കാം. നൗ ഇൻ ട്രയാങ്കിൾ എ ബി ആർ. എ ബി ആർ എന്ന് പറഞ്ഞ ട്രയാങ്കിൾ എടുക്കുക. എ ബി ആർ കണ്ടോ, ഈ ട്രയാങ്കിൾ പി മിഡ് പോയിന്റ് ആണ്. ഏതിന്റെ? എ ബിയുടെ. പി എസ് പാരലൽ ടു ബി സി ആണ്. കാരണം നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു പി ക്യു പാരലൽ ടു ബി സി ആണ്. അപ്പൊ പി എസ് പാരലൽ ടു ബി ആർ ആയി. അപ്പോൾ ഒരു ട്രയാങ്കിളിന്റെ ഒരു സൈഡിന്റെ മിഡ് പോയിന്റിലൂടെ രണ്ടാമത്തെ സൈഡിന് പാരലായിട്ട് വരച്ചിരിക്കുന്ന ലൈനാണ് പി എസ്. അപ്പൊ അതുകൊണ്ട് it will bisect AR. അപ്പോൾ S is the midpoint of AR എന്ന് കിട്ടും. ശരിയല്ലേ? കാരണം ഇതിനെ രണ്ടിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന വരെയാണിത്. അത് ഇതിന് പാരലും ആണ്. അപ്പൊ ഇതിനെയും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ S is the midpoint of AR. P മിഡ് പോയിന്റ് ആയതുകൊണ്ട് എസും ഏതിന്റെ മിഡ് പോയിന്റ് ആണ്? ARന്റെ മിഡ് പോയിന്റ് ആണ്. അപ്പൊ നോക്കിയേ, ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ്സിന്റെ മിഡ് പോയിന്റ് ജോയിൻ ചെയ്യുന്ന ലൈൻ 3ാമത്തെ സൈഡിന്റെ ഹാഫ് ആയിരിക്കും. അപ്പൊ പി എസ് എന്ന് പറയുന്നത് ഹാഫ് ബി ആർ ആണ്. പി എസ് ഇസ് ഈക്വൽ ടു, ഈ പി എസ് എന്ന് പറയുന്ന വര ബി ആറിന്റെ ഹാഫ് ആണ്. പി എസ് ഈക്വൽ ടു ഹാഫ് ബി ആർ. ക്ലിയർ ആണല്ലോ. അതുപോലെ അടുത്ത ട്രയാങ്കിൾ എടുത്ത് നോക്കിയേ. എസ് മിഡ് പോയിന്റ് ആണ് കിട്ടി, ക്യൂ മിഡ് പോയിന്റ് ആണ് കിട്ടി. അപ്പൊ എസ് ക്യൂ ബി സിയുടെ ആർ സിയുടെ ഹാഫ് ആണ്. അപ്പോ എസ് ക്യൂ ഇസ് ഈക്വൽ ടു ഹാഫ് ആർ സി. അതായത് ഈ നീളം ഇതിന്റെ ഹാഫാണ്, ഈ നീളം ഇതിന്റെ ഹാഫാണ്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇതിന്റെ ഹാഫ്, ഇത് രണ്ട് ഈക്വൽ ആണല്ലോ. ബി ആർ ആർ മിഡ് പോയിന്റ് ആണ്. അപ്പൊ ബി ആറും ആർ സി ഈക്വൽ ആണ്. അപ്പൊ ഇതിന്റെ ഹാഫാണ് ഇത്, ഇതിന്റെ ഹാഫാണ് ഇത്. എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് ഈക്വൽ ആവുമ്പോൾ ഇതിന്റെ ഹാഫുകൾ ഈക്വൽ ആവണം. അപ്പൊ പി എസ് ഈക്വൽ ടു എസ് ക്യു ആയി. അപ്പൊ എന്തായി? പി എസ് എന്ന് പറയുന്നതും എസ് ക്യു എന്ന് പറയുന്ന ഈക്വൽ ആണ്. സോ എ ആർ ബൈസെക്ട്സ് പി ക്യു. എ ആർ എന്ന് പറയുന്നവരാ പി ക്യൂവിനെ ബൈസെക്ട് ചെയ്യും. അതാണ് ഫസ്റ്റ് പാർട്ട്. ക്ലിയർ ആയല്ലോ. അതായത് മിഡ് പോയിന്റ് ജോയിൻ ചെയ്ത ലൈനെ എ ആർ എന്ന മീഡിയൻ ബൈസെക്ട് ചെയ്തു. ഇനി സെക്കൻഡ് പാർട്ടിട്ട് പോവാം. പ്രൂവ് ദാറ്റ് സെൻട്രോയിഡ് ഓഫ് ട്രയാങ്കിൾ എ ബി സി ഈസ് ആൻഡ് ട്രയാങ്കിൾ പി ക്യു ആർ ആർ സെയിം. അതാണ് എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ സെൻട്രോയിഡും പി ക്യു ആർ എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ സെൻട്രോയിഡും സെയിം ആണ്. അപ്പൊ നോക്കിക്കേ, ഇവിടെ പി ക്യുവിന്റെ മിഡ് പോയിന്റ് ആണ് എസ് എന്ന് കിട്ടി. അപ്പൊ കണ്ടോ, അതെ ആർ സി എന്ന് പറയുന്നത് ഏതാണ്? ഈ ട്രയാങ്കിളിന്റെ മീഡിയൻ ആണ്. കാരണം എന്താ? ഇത് എസ് മിഡ് പോയിന്റ് ആണ്. ഈ ആർ എന്ന് പറയുന്ന വെർട്ടെക്സ് എന്നുള്ള മിഡ് പോയിന്റിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്ന ലൈനാണ്. അപ്പൊ ആർ എസ് ഈസ് ദി മിഡ് പോയിന്റ് ഓഫ് മീഡിയൻ ഓഫ് ട്രയാങ്കിൾ പി ആർ ക്യൂ. അപ്പൊ അതുപോലെ നോക്കാം. അടുത്ത ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ കേട്ടോ, അതെ എ സി പി ഇങ്ങോട്ട് ജോയിൻ ചെയ്തു. അപ്പൊ ഇത് മീഡിയൻ ആണ്. അപ്പൊ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ സി പി എന്ന മീഡിയൻ ആർ ക്യൂ എന്ന ഈ ലൈനെ ബൈസെക്ട് ചെയ്യും. ഇവിടെ എസ് പി ക്യൂവിന്റെ മിഡ് പോയിന്റ് പോലെ ടിയും ആർ ക്യൂവിന്റെ മിഡ് പോയിന്റ് ആണ്. അതുപോലെ ഈ മീഡിയൻ എടുക്കാം. അടുത്ത മീഡിയൻ നോക്കിക്കേ, യു ഈസ് ദി മിഡ് പോയിന്റ് ഓഫ് പി ആർ. അപ്പൊ അതും കിട്ടും. അപ്പോ എന്താണ്? യു യു ആർ ടി ആർ എസ് ഇവ ഈ ചെറിയ ട്രയാങ്കിളിന്റെ മീഡിയൻസ് ആണ്. അതായത് അപ്പൊ ചെറിയ ട്രയാങ്കിളിന്റെ മീഡിയൻസ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റും വലിയ ട്രയാങ്കിളിന്റെ മീഡിയൻസ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റും ഒരേ പോയിന്റ് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സെൻട്രോയിഡ് ഓഫ് ദി ട്രയാങ്കിൾ പി ക്യു ആർ ഈസ് സെയിം ആസ് സെൻട്രോയിഡ് ഓഫ് ട്രയാങ്കിൾ എ ബി സി. ക്ലിയർ ആണല്ലോ. അപ്പോ
ഇതാണ് നമ്മൾ ചെയ്തത്. അതായത് റെഡ് കളറിൽ കാണുന്ന ഈ ട്രയാങ്കിളിന്റെ മീഡിയൻസ് ആണ് ഈ ചെറിയ വരകൾ. വലിയ ട്രയാങ്കിളിന്റെ മീഡിയനും ആ വരകൾ തന്നെയാണ്. അത് കുറച്ചുകൂടെ പുറത്തായിട്ട് നീട്ടിയിട്ടുണ്ടെന്ന് നോക്കാം. അപ്പോൾ രണ്ട് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് സെൻട്രോയിഡ് ഓഫ് ദി സ്മോൾ ട്രയാങ്കിൾ ഈസ് സെയിം ആസ് സെൻട്രോയിഡ് ഓഫ് ദി ലാർജ് ട്രയാങ്കിൾ. ക്ലിയർ ആയല്ലോ? വേറൊരു ചോദ്യം. എച്ച് ഈസ് ദി ഓർത്തോ സെന്റർ ഓഫ് ട്രയാങ്കിൾ എ ബി സി. എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ഓർത്തോ സെന്റർ എന്ന് പറയുന്നത് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദി ആൾട്ടിറ്റ്യൂഡ്സ്. അപ്പോൾ ആൾട്ടിറ്റ്യൂഡ്സിന്റെ ഇന്റർസെക്ഷൻ ആണ് എച്ച്. പ്രൂവ് ദാറ്റ്. എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? വി ഹാവ് ടു പ്രൂവ് ദാറ്റ് എ ഈസ് ദി ഓർത്തോ സെന്റർ ഓഫ് ട്രയാങ്കിൾ എച്ച് ബി സി. എച്ച് ബി സി എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിന്റെ ഓർത്തോ സെന്റർ ആണ് എന്ന് പറയുന്നത് എ. അതാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പൊ നോക്കാം. given that H is the orthocenter of orthocenter. അപ്പൊ എന്തായിട്ട് ഓർത്തോസെന്റർ ആണെന്ന് കിട്ടുകയാണെങ്കിൽ AQ പെർപെൻഡിക്കുലർ ടു BC ആയിരിക്കും. കാരണം എന്താ? H ഓർത്തോസെന്റർ എന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് H കൂടെ വലിക്കുന്ന ഈ വര ഈ BCക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കും. അല്ലെങ്കിൽ AQ എന്ന് പറയുന്നത് BCക്ക് പെർപെൻഡിക്കുലർ, അല്ലെങ്കിൽ AQ എന്ന് പറയുന്നത് ആ ട്രയാങ്കിളിന്റെ ഒരു ഓൾട്ടിറ്റ്യൂഡാണ്. അപ്പൊ ഇതൊരു ഓൾട്ടിറ്റ്യൂഡാണ്, ഇത് മറ്റൊരു ഓൾട്ടിറ്റ്യൂഡാണ്, ഇത് മറ്റൊരു ഓൾട്ടിറ്റ്യൂഡാണ്. അത് മൂന്നും കൂട്ടുകൂട്ടിയിരിക്കുന്ന പോയിന്റ് ആണ് എന്ന് പറയുന്നത് എച്ച്. അപ്പോൾ വലിയ ട്രയാങ്കിളിന്റെ ഓർത്തോ സെന്റർ ആണ് എച്ച്. ഇനി ചെറിയ ട്രയാങ്കിൾ എടുക്കാം. ട്രയാങ്കിൾ ബി സി എച്ച്. അപ്പോൾ അവിടെ നോക്കിയാൽ ബി സി എച്ച് എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഈ വെർട്ടെക്സിൽ നിന്ന് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ള ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ആണ്. ഇങ്ങനെ ചെരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെർപെൻഡിക്കുലർ ആവില്ല. അപ്പം എന്ത് ചെയ്യണം? ഇതൊരു ഒക്യൂസ് ആയിട്ട് ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഇത് പുറത്തേക്ക് നീട്ടിയിട്ട് ഇത് പെർപെൻഡിക്കുലർ വരച്ചു. കേട്ടോ, ഇതുകൊണ്ട് പുറത്തോട്ട് നീട്ടി തുടർന്ന് പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞപ്പോൾ ഇത് 90 ആയിട്ട് വരും. ഇതിന് പെർപെൻഡിക്കുലർ ആണല്ലോ ഇത്. അപ്പോൾ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന വര തന്നെയാണ് ഇത്. അപ്പോൾ ഈ ചെറിയ ട്രയാങ്കിളില് സി എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്ന് ഈ ബി എച്ച് എന്ന് പറയുന്ന ലൈനിലേക്ക് വശത്തേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ആണ് CR. ഇങ്ങനെ നീട്ടിയത് എയിലൂടെ കടന്നു പോകും. അതുപോലെ ഈ സൈഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ വരച്ചിട്ടുണ്ട് കേട്ടോ. ഈ സൈഡ് അതിങ്ങനെ പുറത്തേക്ക് നീട്ടി. അതുപോലെ ഈ സൈഡും കൂടെ പുറത്തേക്ക് നീട്ടി. ഈ സൈഡ് ഇങ്ങനെ പുറത്തേക്ക് നീട്ടിയപ്പോൾ ഈ ബി എന്ന വെർട്ടെക്സിൽ നിന്ന് ഇങ്ങോട്ട് പെർപെൻഡിക്കുലർ വരച്ചു. ഇത് ഓൾട്ടിറ്റ്യൂഡ് ആയതുകൊണ്ട് ഇത് 90 ആണ്. അപ്പോൾ ഇവിടെ നിന്നുള്ള ഓൾട്ടിറ്റ്യൂഡ് ഇത് തന്നെയാണ്. അപ്പോൾ അത് പുറത്തേക്ക് നീട്ടിയപ്പോൾ എയിൽ കൂട്ടി. അതുപോലെ ക്യൂവിൽ കൂടിയുള്ള ഈ ഓൾട്ടിറ്റ്യൂഡ് ഉണ്ടോ, അതും എയിലൂടെ പോയി. അപ്പോൾ നോക്കിയേ, ഈ ട്രയാങ്കിളിന്റെ 3 ഓൾട്ടിറ്റ്യൂഡും എവിടെയാണ്? ഒന്നാമത്തെ ഓൾട്ടിറ്റ്യൂഡ് ഇത്, പിന്നെ ഒരു ഓൾട്ടിറ്റ്യൂഡ് ഇത്, പിന്നെ ഒരു ഓൾട്ടിറ്റ്യൂഡ് ഇത്. 3 ഇന്റർസെക്ട് ചെയ്തിരിക്കുന്ന പോയിന്റ് എ ആണ്. കാരണം അത് പരസ്പരം പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഈ സൈഡിന് പെർപെൻഡിക്കുലർ ആണ് ഇത്, ഇതിന് പെർപെൻഡിക്കുലർ ആണ് ഇത്. അപ്പോൾ ഒന്ന് ഇതിന്റെ ഓൾട്ടിറ്റ്യൂഡ് ആണിത്, ഈ ട്രയാങ്കിളിന്റെ ഓൾട്ടിറ്റ്യൂഡ് ആണിത്. അപ്പോൾ ഓൾട്ടിറ്റ്യൂഡ്സ് പരസ്പരം ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് അവിടെ ഏതായി? എ ആയി.